ഈ പുറകെ ഇരിക്കുന്ന എൻ്റെ അമ്മയാണ്. അമ്മ ഓണത്തിലേക്ക് മേടിക്കാൻ സാധനങ്ങൾ ലിസ്റ്റ് തന്നു. ഞാനൊന്ന് വായിക്കാം. മുളക് പൊടി 100, അറിയല്ല ഈ റായ്ക്കകത്തൂടെ കയറണം. പിന്നെ അത് കഴിഞ്ഞ് പഞ്ചസാര, തേമരി പരിപ്പ്, അതിന് തേയില്ല, അതിനപ്പുറത്തൊരു വള്ളി ഇടണം തായ്ക്ക്, ചെറുപയർ അര, കടല, സവാള അതിനൊക്കെ ഇതൊക്കെ ഇടണം, ഉരുളക്കിഴങ്ങ, കടുക, ചന്ദ്രക്കൊല എന്ന് പറയുന്ന സാധനം, മസാലയല്ല മസാല സായിക്ക് തീർക്കിടണം, ദഹശമിനി ദാഹിക്ക് തീർക്കിടണം, സമ്പർപ്പൊടി സായിക്ക്. അമ്മയ്ക്ക് ഈ ദീർഘം ആരെയും പിടിച്ച് കടിച്ചിട്ടുണ്ടോ? അവൻ ദീർഘം പഠിപ്പിച്ചില്ല അമ്മ. പപ്പടം, പപ്പടം പിന്നെ കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒരു ലാവ് മതി. പാമോയിൽ പായ്ക്ക് തീർക്കണം. പാമോയിൽ, തേയില, കാപ്പിപ്പൊടി, തൈര്, പാൽ, ഉഴുന്ന്. ഈ ഇങ്ങനെ എഴുതിയാൽ മതി. അതിങ്ങനെ ചുറ്റിക്കെട്ടി കേട്ടിട്ടുണ്ടാവും. പഞ്ചപ്പാരിയും പായസക്കിറ്റല്ല, അതിന്റെ പേരെന്താ? പഞ്ചസാരയാണത്. പഞ്ചമാരി എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പായസക്കിറ്റ് താര, അതിന്റെ പേരിലെന്ത് എഴുതിയേക്കുന്നത്? പഞ്ചസാരിയും. സാരി ഒന്നും കിട്ടൂല, പഞ്ചസാരി എന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്ത് എഴുതിയേക്കുന്നത്? പഞ്ചസാര. പായസം കിറ്റ്. മുളക്, വെള്ളരിക്ക, കുമ്പളങ്ങ എങ്ങനെ ഒപ്പളങ്ങാന്ന് ഓയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പൂവൊക്കെ അത് ഇങ്ങനെയൊക്കെ എഴുതണം. ഇത് ഇങ്ങനെ എഴുതിയാൽ ഞാനങ്ങനെ വായിക്കുന്നത്. വഴുതനങ്ങ, നീളൻ പയർ, ഗോവയ്ക്ക്. അതിന് ഗോവയ്ക്കാതെന്ത് എഴുതിയേക്കുന്നത്? കോവയ്ക്ക് കോയ വേണ്ട, ഗോയല്ല. നീളൻ പയർ, കോവയ്ക്ക. മുരിങ്ങക്ക, നാരങ്ങ. തേങ്ങ എവിടെ എഴുതിയിരുന്നു? തേങ്ങ എഴുതിയിട്ടില്ലല്ലോ. തേങ്ങ എഴുതിയിട്ടില്ല. എവിടെ എഴുതിയിരുന്നു? നാരങ്ങ, മാങ്ങ. ഈ നാരങ്ങയുടെ ഒക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, നീണ്ടു പോകുന്ന ഇങ്ങനെ. ഈ ഇങ്ങനെയല്ല. മാങ്ങ. കറിവേപ്പിലേക്ക് അമ്മ എന്തോ എഴുതി വെച്ചേക്കുന്നത്? അമ്മ റായ വേണ്ടത്. മുരിങ്ങയ്ക്ക, നാരങ്ങ, മാങ്ങ, കറിവേപ്പില. ഇത്ര അക്ഷരത്തെറ്റ് എഴുതിയ എൻ്റെ അമ്മയാണ് ഈ ഇരിക്കുന്നത്. ഇവർക്ക് എഴുത്തും വായന അറിയത്തില്ല എന്നുള്ള സത്യം. ഇവർ അച്ഛൻ ലാൻസ് നായിക്ക് എന്നൊക്കെയാ പറയുന്നത്. അമ്മ ലാൻസ് നായിക്ക് എഴുത്ത് വായന അറിയത്തില്ല, എന്താ ചെയ്യാം? അമ്മയ്ക്ക് ഞാനൊരു മലയാളം ട്യൂഷൻ തരട്ടെ ആരേലും കൊണ്ട്? എനിക്ക് ട്യൂഷൻ കൊടുക്കണം. ഓക്കെ.